ഹായ് ഓൾ, എല്ലാവർക്കും റേഡിയോ ലൈഫിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കയ്യിൽ മൈക്കില്ല, അതുകൊണ്ട് കുറച്ച് നോയ്സ് പ്രശ്നം വരുമായിരിക്കും. എന്നാലും ഞാൻ മാക്സിമം നോയ്സ് ഇല്ലാതെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്ക് UK യും കാനഡയും അല്ലാതെ വേറെ ഏതൊക്കെ രാജ്യങ്ങളാണ് സ്റ്റുഡൻസ് ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് അറിയാമോയെന്ന്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് അത്ര ഡീറ്റെയിൽഡായി അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാനൊരു കൺസൾട്ടൻസിയൊക്കെ ചോദിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എഡ്യൂമി എന്നാണ് കൺസൾട്ടൻസിയുടെ പേര്. അപ്പം വിവരങ്ങൾ തന്നതിന് എഡ്യൂമിക്ക് ഞാൻ കടപ്പാട് പറയുകയാണ്. അപ്പം കിട്ടിയ വിവരമനുസരിച്ചിട്ട് ഇപ്പോഴത്തെ നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സിംഗപ്പൂരാണ്. സിംഗപ്പൂർ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രം മതി. പിന്നെ അതുപോലെ തന്നെ അവർക്ക് 3 ഇയർ ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. 3 ഇയർ ഡിപ്ലോമ എടുത്തു കഴിഞ്ഞാൽ 3 ഇയർ സ്റ്റേ ബാക്ക് ഉണ്ട്. 3 ഇയർ സ്റ്റേ ബാക്കിൻ്റെ സമയത്ത് നമുക്ക് സ്പൗസിനെയൊക്കെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ അവിടെ ജോലിയൊക്കെ സെറ്റ് ആവുകയാണെങ്കിൽ അവിടെ PR കിട്ടാനും കുഴപ്പമില്ല എന്നാണ് അറിഞ്ഞ വിവരങ്ങൾ. പിന്നെ അടുത്തൊരു ഓപ്ഷൻ വരുന്നത് അയർലൻഡാണ്. അയർലൻഡ് BCA MCA ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് നല്ല ഓപ്ഷനാണ് അയർലൻഡ്. അയർലൻഡ് എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്, കാരണം ഞാൻ കാനഡയ്ക്ക് പോകുന്നതിന് മുമ്പ് അയർലൻഡിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുള്ളായിരുന്നു. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ നോക്കുന്നത് കൊണ്ട് തന്നെ അയർലൻഡ് എൻ്റെ ഒരു ചോയ്സ് ആയിരുന്നു. പക്ഷേ അവിടെ ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അയർലൻഡ് പ്രിഫർ ചെയ്യാതിരുന്നത്. അവിടെ MSc ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കാനായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അവിടെ ഷോർട്ട് സ്കിൽ ലേബർ കാറ്റഗറി പെട്ടാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അത്തരം കോഴ്സൊക്കെ അവിടെ ഷോർട്ട് ലേബർ കാറ്റഗറി പെട്ടാണ്. അപ്പം അതിനിപ്പോഴും നല്ല ഡിമാൻഡാണ്. കുട്ടികളൊക്കെ ഒരുപാട് ചോദിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും BCA MCA കഴിഞ്ഞ കമ്പ്യൂട്ടർ റിലേറ്റഡ് കോഴ്സുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് അയർലൻഡ് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഫ്രാൻസാണ്. ഫ്രഞ്ച് പഠിക്കണം, പക്ഷേ എന്നാൽ പോലും ഫ്രാൻസിന് സ്കോളർഷിപ്പൊക്കെ ഇപ്പോൾ അവർ കൊടുക്കുന്നുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർ ഫ്രഞ്ച് പഠിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണെങ്കിൽ പോണ്ടിച്ചേരി, മാഹി, ആ ഒരു ഫ്രഞ്ച് കോളനികളുണ്ടല്ലോ, ആ ഫ്രഞ്ച് കോളനികളിലുള്ള ആൾക്കാർക്ക് അത്യാവശ്യം നല്ലപോലെ ഫ്രഞ്ച് അറിയാവുന്നതുകൊണ്ട് അവർ ഫ്രാൻസ് പ്രിഫർ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് പോകാൻ കുറച്ച് എളുപ്പമായതുകൊണ്ട് അവർ അവിടെ പോയി ഫ്രഞ്ചൊക്കെ പഠിച്ചിട്ട് ചില ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. എൻ്റെ പഴയ ഓഫീസിൽ ഒരാളൊക്കെ അങ്ങനെ ഫ്രാൻസിൽ പോയിട്ടുണ്ട്. ഇപ്പം അദ്ദേഹം പറയുന്നത് കുഴപ്പമില്ല, ഫ്രഞ്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സർവേ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്രാൻസ് ഒരു നല്ല ഓപ്ഷനാണ്. പിന്നെ വരുന്നത് ജർമ്മനിയാണ്. ജർമ്മനി ഓഫ് കോഴ്സ് നേഴ്സുമാർക്ക് എന്തുകൊണ്ടും നല്ല സ്ഥലമാണ്. പിന്നെ നേഴ്സായിട്ട് തന്നെ ജോലി കിട്ടി പോകാൻ പറ്റുവാണെങ്കിൽ അത് വളരെ നല്ല കാര്യം. അതല്ലാന്നുണ്ടെങ്കിൽ ജർമ്മൻ ഭാഷ പഠിക്കണം. ജർമ്മൻ ഭാഷ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നല്ലോണം വർക്കൗട്ട് ചെയ്താലേ പഠിക്കാൻ പറ്റത്തുള്ളൂ. ജർമ്മൻ B2 ലെവൽ വരെയെങ്കിലും പഠിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ നല്ല ജോലികളൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ ഭാഷ പഠിക്കുന്നത് പ്രയാസം തന്നെയാണ്. പിന്നെ ജർമ്മനിയുടെ പേപ്പർ വർക്ക്സ് ഒക്കെ കുറച്ച് സമയം എടുക്കുമായിരുന്നു, പണ്ട് എടുക്കുമായിരുന്നു. ഇപ്പം അത്രയും ഡിലേ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ പേപ്പർ വർക്ക്സിന് അവർ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പം ജർമ്മനി നല്ല ഓപ്ഷനാണ്. തീർച്ചയായിട്ടും മെഡിക്കൽ പ്രൊഫഷണൽസിനാണ് ജർമ്മനി ഒരു നല്ല ഓപ്ഷനായിട്ട് പറയാൻ പറ്റുന്നത്. പിന്നെ ഇപ്പം ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന വേറൊരു രാജ്യം എന്ന് പറഞ്ഞാൽ സ്വീഡനാണ്. സ്വീഡനിലെ എൻജിനീയറിംഗ് പ്രൊഫഷണൽസിനൊക്കെ നല്ല രാജ്യമാണ് സ്വീഡൻ എന്ന് പറയുന്നത്. അവിടെ അതൊക്കെ ഷോർട്ട് ലേബർ കാറ്റഗറി പെട്ട ജോലികളാണ്. എൻജിനീയറിംഗ് പ്രൊഫഷണൽസിന് ഒരുപാട് ആയിട്ട് സ്വീഡൻ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്വീഡനിൽ കൂടുതലും മാസ്റ്റേഴ്സാണ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ പക്ഷേ നമ്മളുടെ ഈ ഒരു 3 ഇയർ ഡിഗ്രി അത്ര അവർ എടുക്കത്തില്ല. അവർക്ക് പൊതുവേ 4 ഇയേഴ്സ് കൂടുതലുമാണ്. അപ്പം ഞങ്ങൾ സ്വീഡൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കിയ സമയത്ത് എനിക്ക് 3 ഇയറും 1 ഇയർ ഡിപ്ലോമയേ ഉള്ളൂ. അപ്പം എൻ്റെത് പ്രൈമറി ആയിട്ട് വെച്ചിട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഹസ്ബൻഡിന് 3+2 5 ഇയർ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് പ്രൈമറി ആപ്ലിക്കൻ്റ് ആയിട്ട് വെക്കാൻ പറ്റുമെന്നായിരുന്നു അന്ന് അറിഞ്ഞത്. അപ്പം അന്ന് നമുക്ക് പക്ഷേ പുള്ളിക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ സ്വീഡൻ വെച്ചില്ല. പുള്ളി പിന്നെ സ്വീഡിഷ് ഭാഷയൊക്കെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് നോക്കിയില്ല. കാരണം പുള്ളിക്കാരന് ഓൾറെഡി ഒരു മാസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ മാസ്റ്റേഴ്സ് എടുക്കാൻ പുള്ളിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്കാണെങ്കിൽ മാസ്റ്റേഴ്സ് എടുക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ സ്വീഡൻ അങ്ങനെ വിട്ടതാണ്. സ്വീഡൻ കാണാനും നല്ല സ്ഥലമാണ്. പിന്നെ അതുപോലെ താമസിക്കാനും നല്ല സ്ഥലമെന്നാണ് പോയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. വേറൊരു രാജ്യം പറയുന്നത് ഫിൻലൻഡാണ്. ഫിൻലൻഡ് പക്ഷേ എത്രത്തോളം എല്ലാവർക്കും താങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഫിൻലൻഡിൽ തണുപ്പ് ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ ഫിനിഷ് ഭാഷ പഠിച്ച് നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഫിൻലാൻഡിലെ എഡ്യൂക്കേഷന് പൊതുവേ പൈസയില്ല, ഭയങ്കര പൈസ കുറവാണ്. പിന്നെ ചില കോഴ്സുകൾക്കൊന്നും അവർ ഫീസ് പോലും വാങ്ങുന്നില്ലെന്നാണ് ഞാൻ അന്വേഷിച്ച സമയത്ത് അറിഞ്ഞത്. അതിപ്പം മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഫിൻലാൻഡ് ഒരുപാട് പേര് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്.
ഫിനിഷ് ഭാഷ പഠിച്ച് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ ഫിൻലൻഡ് കുഴപ്പമില്ല, നല്ല രാജ്യമാണ്. അവിടെ ബേസിക് പേ ഉൾപ്പെടെയുള്ളത് വളരെ കൂടുതലാണ് കിട്ടുന്നത്. അപ്പം ഇത്രയും രാജ്യങ്ങളാണ് എൻ്റെ അറിവിൽ ഉള്ളത്. പിന്നെ വേറൊരു ഓപ്ഷനുള്ള ബൾഗേറിയ. പക്ഷേ കൾണറി പോലത്തെ സംഭവങ്ങൾ പഠിക്കാനാണ് ബൾഗേറിയ നല്ലത്. എല്ലാ കോഴ്സിനും അവിടെ അത്ര നല്ലതല്ല. കൾണറിക്ക് പക്ഷേ കുറച്ചും കൂടെ അവിടെ വേക്കൻസീസും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഒന്നും കൂടെ രാജ്യങ്ങളുടെ പേര് പറയാം. ഒന്നാമത്തേത് സിംഗപ്പൂർ, പിന്നെ സെക്കൻഡ് വൺ അയർലൻഡ്, പിന്നെ ജർമ്മനി, ഫ്രാൻസ്, സ്വീഡൻ, ഫിൻലൻഡ്, ബൾഗേറിയ. അപ്പോൾ ഇത്രയും രാജ്യങ്ങളാണ് എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇപ്പോൾ പോകാൻ പറ്റുന്നത്. ഫിൻലൻഡ് ലാസ്റ്റ് ഓപ്ഷനാക്കി വെച്ചാൽ മതി, കാരണം ഫിൻലൻഡിൽ തണുപ്പ് ഭയങ്കര കൂടുതലാണ്. അത് എത്ര പേർക്ക് പറ്റുമെന്ന് അറിയത്തില്ല. പിന്നെ അതുപോലെ ഫിനിഷ് ഭാഷ, അവിടെയും മെഡിക്കൽ പ്രൊഫഷണൽസിനും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനും ഒക്കെയാണ് കുറച്ചും കൂടെ നല്ലതായിട്ടുള്ളത്. എല്ലാവർക്കും അത് പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ല. എനിവേ, എന്തായാലും വിവരങ്ങൾ തന്നതിന് എഡിമിക്ക് ഒന്നും കൂടെ നന്ദി പറയുന്നു. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗ് കാണുന്നതിന് വരെ ബൈ ബൈ.